ഇപ്പോൾ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിലുണ്ട്. സന്ദീപ്, ഇത് പതിവ് പരിപാടിയാണോ ഈ പോലീസിലെയും ജയിൽ വകുപ്പിലെയും ഒക്കെ ഉദ്യോഗസ്ഥർ RSS മനോഭാവമുള്ളവർ രഹസ്യയോഗം ചേരുന്നത്? എന്താണ് തോന്നുന്നത്? പോലീസിനകത്തും ജയിൽ വിഭാഗത്തിനകത്തും ഒക്കെ RSSന്റെ അനുകൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാ കാലത്തും ഇത്തരത്തിൽ യോഗങ്ങൾ ചേരുന്നതും അതല്ലെങ്കിൽ ജയിലിനകത്ത് ഉള്ള RSS പ്രവർത്തകർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മറ്റും ഇത്തരം ആളുകളെ ഏൽപ്പിക്കുന്നതും ഒക്കെ നേരത്തെയും നടന്നിട്ടുള്ളതാണ്. RSSന്റെയും RSS മനസ്ഥിതിയുള്ള ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വളരെ രഹസ്യമായി സംഘടിപ്പിക്കാറുള്ളതാണ്. സ്വാഭാവികം അതിന്റെ ഭാഗമായി നടന്നതായിരിക്കാം. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. RSSന് CPMന്റെ ഭരണത്തിന് കീഴിൽ വളരെ സ്വതന്ത്രമായി തന്നെ ഇപ്പൊ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നേരത്തെ രഹസ്യമായും അതീവ നിഗൂഢതയോടെയും ഒക്കെ പ്രവർത്തിച്ചത് ഇന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പരസ്യമായി തന്നെ യോഗം ചേരാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഭരണകൂടം, പിണറായി വിജയന്റെ ഭരണകൂടം RSSന് ഒത്താശ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ്. തർക്കമൊന്നും വേണ്ട. വലിയ നടപടികളൊന്നും ഇക്കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. വിവാദമുണ്ടെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു സ്ഥലം മാറ്റത്തിനപ്പുറം ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സന്ദീപ്, ഈ സംസ്ഥാനത്തെ പോലീസ് RSSന് വഴങ്ങുന്ന പോലീസാണെന്ന ആക്ഷേപം പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കാറുണ്ട്. അങ്ങനെ RSSന് മേധാവിത്വമുള്ള ഒരു പോലീസ് സേനയും ഒക്കെയാണോ കേരളത്തിലുള്ളത്? തീർച്ചയായിട്ടും. ഉദാഹരണം പാലക്കാട് SP പോലെയുള്ള ആളുകൾ, ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന പല ഉദ്യോഗസ്ഥന്മാരും RSSുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ്. അവർ RSS മൈൻഡ് സെറ്റുള്ള ആളുകളാണ്. കടുത്ത ഹിന്ദുത്വവാദികളാണ്. അവർ കേസുകൾ എടുക്കുന്ന കാര്യത്തിൽ, പ്രതി ചേർക്കുന്ന കാര്യത്തിൽ ഒക്കെ വാസ്തവത്തിൽ CPM പ്രവർത്തകരെ പോലും വേട്ടയാടാൻ വേണ്ടി അവർ തയ്യാറാകുന്നു എന്നുള്ള RSSന് വേണ്ടി CPMനെതിരായിട്ട് പോലും പലപ്പോഴും നിലപാടെടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഭരണകൂടവും CPMന്റെ നേതൃത്വവും ഒക്കെ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുകയാണ്. ഇവിടെ RSSന് വലിയ തോതിലുള്ള സ്വാധീനം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ വന്നിട്ടുണ്ട്. പാലക്കാട് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. പാലക്കാട് SP RSSുമായി ബന്ധമുള്ള RSS മൈൻഡ് സെറ്റുള്ള ഒരാളാണെന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രാഹുൽ അക്കാര്യം വ്യക്തമായിട്ട് പറഞ്ഞത്. ഇവിടെ RSSന് വേണ്ടി വിടുപണിയെടുക്കുന്ന ധാരാളം ഉദ്യോഗസ്ഥന്മാർ സർവീസിനകത്ത് നേരത്തെയും ഉണ്ടായിരുന്നു. അവർ പലരും റിട്ടയർ ചെയ്തതിനു ശേഷം സ്വതന്ത്രമായി RSSകാരും BJPക്കാരും ഒക്കെ ആയി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കേസുകൾ എടുക്കുന്ന കാര്യത്തിൽ, ആളുകളെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ, പല ആളുകളെയും ചാപ്പ കുത്തുന്ന കാര്യത്തിലൊക്കെ RSSന് വേണ്ടിയും സംഘപരിവാറിന് വേണ്ടിയും എല്ലാ കാലത്തും പണിയെടുത്തിട്ടുള്ളത് ഇത്തരം ഉദ്യോഗസ്ഥരാണ്. ശരി, നന്ദി സന്ദീപ് വാര്യർ വാർത്തയോട് പ്രതികരിച്ചതിന്.